ശരണ്യയും അപ്സരയും കൂടെ രാവിലെ തന്നെ പൊരിഞ്ഞ അടിയാണ്. എന്തിനാണ് അടി? ഒരു നിസ്സാര സംഭവത്തിന്റെ പേരിലാണ്. അപ്സര അവസരം കൊടുത്തില്ല എന്ന് ശരണ്യ പറയുന്നു. ശരണ്യക്ക് ഈഗോയാണെന്ന് അപ്സര പറയുന്നു. ഹോട്ടൽ ടാസ്കിന്റെ ഓരോരുത്തരുടെയും ജോലികളൊക്കെ തന്നെ ഇന്റർവ്യൂവിനനുസരിച്ച് പവർ ടീം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പവർ ടീമാണ് ഹോട്ടലിന്റെ ഓണേഴ്സ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഓരോ ടീമുകളുടെയും ഇന്റർവ്യൂ കഴിഞ്ഞ് എല്ലാവർക്കും ജോലി പവർ ടീം കൊടുത്തു. ഈ പറയുന്ന പോലെ നന്ദന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടന്ന ഒരു 10 മിനിറ്റ് ലൈവിലെ പെർഫോമൻസ് എപ്പിസോഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ നന്ദനയ്ക്കോട് ഓട്ടോമാറ്റിക്കലി ഒത്തിരി വോട്ട് വീഴും. കാരണം നന്ദന അവിടെ സൂപ്പറായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പോലെ ശരണ്യയുടെയും അപ്സരയുടെയും ഇടയിലുള്ള അടി വഴക്ക് അത് മാക്സിമം ഒരു ടീം ലീഡർ എന്നുള്ള നിലയ്ക്ക് നല്ലപോലെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ലൈവിൽ ആദ്യം തന്നെ ഇവർക്ക് ടാസ്ക് ലെറ്റർ വരികയാണ്. അതായത് കണ്ടസ്റ്റൻസിനെ ബാക്കിയുള്ള ടീം ബൈസ് ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് അവർക്ക് ഓരോ സർവീസ് കൊടുത്ത് ആ സർവീസിലെ എന്താ പറയുക വ്യത്യസ്ത തസ്തികകളിലേക്ക് അവരുടെ ജോലി നിയമിക്കുക. അങ്ങനെ ഇവർ ഓരോരുത്തരും ഇൻ്റർവ്യൂ ചെയ്യുന്നു. എല്ലാവരും സൂപ്പറായിട്ട് കഴിയുന്നു. ആരൊക്കെ നമ്മുടെ പവർ റൂമാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അതിനുശേഷം അപ്പം ഈ ഒരു ടാസ്ക് നടക്കുന്ന സമയത്ത് അപ്സര, ശരണ്യ, സായി, നന്ദന ഇവരൊരു ടീമാണല്ലോ. അപ്പോൾ ഇവരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ടീമിന് ഒരേ സമയമാണ്. അപ്പോൾ ഇവരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അപ്സര നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ശരണ്യ ഇടയ്ക്കിടയ്ക്കൊക്കെ പോയിന്റ്സ് പറയാൻ വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അപ്സര സമ്മതിക്കുന്നുണ്ടായില്ല. അപ്പോൾ ഈ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അപ്സര ചോദിച്ചു, എടി നിനക്ക് മൾട്ടി ലാംഗ്വേജ് അറിയാമായിരുന്നല്ലോ, നീ എന്താ ആ കാര്യം പറയാഞ്ഞേ എന്ന് ചോദിച്ചപ്പോൾ നീ എനിക്ക് പറയാനായിട്ടൊരു സ്പേസ് തരണ്ടായിരുന്നു, നീ എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ എന്നെ അവസരം നഷ്ടപ്പെടുത്തുന്ന പോലെ പറഞ്ഞുകൊണ്ടല്ലേ ഇരുന്നത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നിനക്ക് ഈഗോ ആണ് ശരണ്യ എന്ന് അപ്സര പറഞ്ഞു. ഇതാണ് ഇവർ തമ്മിൽ അടിയാവാനുള്ള പ്രധാന കാരണം. ഇതങ്ങനെ നിൽക്കേ പിന്നീടാണ് അടിയാവുന്നത്. ഓക്കെ, അടിയാവുന്ന കാര്യം പറയാം. ഇതവരുടെ ഒപ്പീനിയൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവരുടെ വ്യത്യസ്ത തസ്തികകളിലേക്കുള്ള ജോലികൾ ഇങ്ങനെയാണ്. അതായത് നമ്മുടെ കിച്ചൺ സർവീസിനകത്തേക്ക് ശ്രീതു, ജിൻഡോ, അർജുൻ ഇവർ 3 പേരുമാണല്ലോ ഒരു ടീം. അപ്പോൾ ചീഫ് ഷെഫായിട്ട് ശ്രീതുവിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് അർജുൻ, റൂം സർവീസ് ജിൻഡോ, റൂം സർവീസ് അർജുൻ, ശ്രീതുവിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് ജിൻഡോ. അങ്ങനെയാണ് ചീഫ് ഷെഫ് ശ്രീതു, അസിസ്റ്റൻ്റ് ജിൻഡോ, റൂം സർവീസ് അർജുൻ, അങ്ങനെയാണ്. അത് കഴിഞ്ഞടുത്ത് നെക്സ്റ്റ് ടീമിന് ഹൗസ് കീപ്പിങ്ങിൻ്റെ വ്യത്യസ്ത തലങ്ങളാണ്. അതായത് സെക്യൂരിറ്റി ആയിട്ട് ശ്രീരേഖ, തുണികൾ വാഷ് ചെയ്യാനും ഉണക്കി മടക്കാനും പിന്നെ ഈ പറയുന്ന പോലെ ബാത്റൂമിൻ്റെ കാര്യങ്ങളും സിജോ, റൂം ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങൾ ജാസ്മിൻ. അടുത്ത ടീമിലേക്ക് വരുമ്പം എൻ്റർടൈൻമെൻറ്റ് ആൻഡ് തെറാപ്പി അപ്സരയുടെ ടീം, ടണൽ ടീമിന് സായി റോബോട്ടാണ്, പിന്നെ ഡാൻസ് തെറാപ്പി അപ്സരയാണ്, സ്പാൻ മസാജ് തെറാപ്പി ശരണ്യാണ്, പാട്ട് തെറാപ്പിയാണ് നന്ദനയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഈ പവർ റൂമിൻ്റെ അല്ലെങ്കിൽ ഈ ഹോട്ടലിൻ്റെ HR എന്ന് പറയുന്നത് നോറയാണ്. അപ്പോൾ ഇത്രയാണ് അവർക്ക് കൊടുക്കുന്ന ഡ്യൂട്ടീസ്. ഇതെല്ലാം നിങ്ങളുടെ ജോലീസ് എന്നുള്ള കാര്യം അവരോട് പറയുവാണ്. ഇതിന് ശേഷമാണ് അപ്സര നേരെ റൂമിൽ വന്ന് വിഷമിച്ചിരിക്കുന്നു. ശരണ്യ വേറൊരിടത്ത് പോയി വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ് കാര്യം എന്നൊന്ന് നന്ദന തിരക്കുമ്പം ഈ നടന്ന സംഭവം അപ്സരയും പറയുന്നു, ശരണ്യയും പറയുന്നു. ശരണ്യെ പോയി വിളിക്കുമ്പോൾ ശരണ്യ പറയുകയാണ്, എനിക്ക് ഈഗോ എന്ന് പറഞ്ഞത് ഞാൻ സഹിക്കുമോ? നിന്നെയാണ് പറഞ്ഞെങ്കിൽ നീ സഹിക്കുമോ? എനിക്ക് പറയാൻ ഒരു അവസരവും തന്നില്ല. എനിക്ക് ടാസ്കിൽ പെർഫോം ചെയ്യാൻ അവസരവും തരാതെ അവളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് നീ എന്താ ഈ മൾട്ടി ലാംഗ്വേജ് നിനക്കറിയാമെന്നുള്ള കാര്യം പറയാത്ത എന്ന് ചോദിച്ചത് കൊണ്ട് എൻ്റെ അടുത്ത് അവസാനം പറഞ്ഞു നിനക്ക് ഈഗോയാണെന്ന് പറഞ്ഞു. അതെന്താണ് അങ്ങനെ പറഞ്ഞത്, എന്തിനാണ് ഈഗോ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യെ ചോദിക്കുകയാണ്. അങ്ങനെ നേരെ ശരണ്യം വിളിച്ചുകൊണ്ട് നന്ദന ടണൽ റൂമിൽ വരുന്നു. സായി എവിടെ ഉണ്ട്, അപ്സര എവിടെയുണ്ട്, ശരണ്യ എടുത്ത് കാര്യം ചോദിക്കുന്നു. ശരണ്യ ആദ്യം പറയുന്നു, അപ്സര പറയുന്നത് ഞാൻ ആരുടെ അവസരം നഷ്ടപ്പെടുത്താൻ നോക്കിയിട്ടില്ല, നമ്മുടെ ടീമായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ആ റോബോട്ടിൻ്റെ കാര്യം വന്നപ്പോൾ നമുക്ക് പരമ്പരാഗതമായി വീട്ടിലൊരു റോബോട്ട് ഉണ്ട്, അപ്പോൾ റോബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാമെന്ന് ഞാൻ പറയാൻ വന്നതാണ്. അപ്പോഴാണ് ഞാൻ ശരണ്യെ പിടിച്ച് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞത്. അല്ലാതെ ശരണ്യ പറയാൻ വന്ന സമയത്ത് ഞാൻ ശരണ്യെ അടക്കി ഇരുത്തിയതല്ല എന്ന് അപ്സര പറയുന്നുണ്ട്. അപ്പോൾ ശരണ്യ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് എനിക്ക് ഈഗോ ആണെന്ന് നീ പറയുന്നത്? എനിക്ക് എന്ത് കാര്യത്തിലാണ് ഈഗോ ഉള്ളതെന്ന് നീ ഇപ്പം പറയണം. നീ അവസരം നഷ്ടപ്പെടുത്തി, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ അപ്സര പറയുന്നത് ഇനി ബെസ്റ്റ് ഫ്രണ്ട് അല്ല, ഇനി ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കാര്യം പറയണ്ട. അപ്പം ശരണ്യ ആരായാലും എന്തായാലും ഏത് ഫ്രണ്ടായാലും എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ അപ്പം ഞാൻ മുഖത്ത് നോക്കി ഞാൻ പറയും.
എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അത് ബാക്കിയുള്ളവരുടെ മുന്നിൽ വെച്ച് എൻ്റെ ഈഗോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ്. ഇന്നാളും ഒരു തവണ ഇതുപോലെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ഇതുപോലെ പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, ഞാൻ റിയാക്ട് ചെയ്തു. ഇനിയും പറയുവാണെങ്കിൽ ഞാൻ ഇനിയും റിയാക്ട് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ അപ്സര, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. ഞാൻ ആരുടെ അവസരം ഇതുവരെ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. ഒരു ടീം വർക്കാണ്, എല്ലാവർക്കും ജോലി കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ ആ ഒരു ബേസിസിൽ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളുടെയൊക്കെ അവസരങ്ങൾ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറി പറയുന്ന നിങ്ങളുടെ അവസരങ്ങൾ തട്ടിയെടുക്കുന്ന ഒരാളല്ല ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. അപ്പോൾ ശരണ്യ ദേഷ്യപ്പെടുന്നു. നന്ദന വളരെ കൈകാര്യമായിട്ട് അപ്സരേച്ചി പറഞ്ഞല്ലോ, ഇനി ശരണ്യേച്ചി പറ, ശരണ്യേച്ചി പറഞ്ഞല്ലോ, ഇനി അപ്സരേച്ചി പറ. അപ്പം നമ്മളിനി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടീമാണ്, നമ്മൾ ഒരുമിച്ച് ടീം വർക്ക് ചെയ്താണ് മുന്നോട്ട് പോകാനുള്ളത്. നമ്മുടെ ടീം ജയിക്കണം എന്നെല്ലാം നന്ദന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ശരണ്യ ഭയങ്കര ടെമ്പറിൽ നിൽക്കണം. അപ്പോൾ ശരണ്യ കേൾക്കുന്നില്ല. ശരണ്യ അവിടെ നിന്ന് പുറത്തിറങ്ങി, എനിക്ക് പോകണം, എനിക്ക് എൻ്റെ അടുത്ത് ഇപ്പോൾ ഒന്നും പറയുന്നത്. അപ്പം ഈ പ്രശ്നമെല്ലാം കേട്ടുകൊണ്ട് ആളുകളൊക്കെ വരുന്നു. പക്ഷെ ടണൽ റൂമിനകത്തോട്ട് ഇവരാരെയും കയറ്റുന്നില്ല. അപ്പോൾ ശ്രീതു പറയാണ് പുറത്തു വന്ന് നിന്നിട്ട്, നന്ദന ഒരു 5 മിനിറ്റ് സമയം കൊടുക്ക് ശരണ്യേച്ചിക്ക്, ശരണ്യേച്ചി ഓക്കെ ആവും, കൂളാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരണ്യ പറഞ്ഞു, എൻ്റെ അടുത്ത് ഇപ്പോൾ ഒന്നും സംസാരിക്കരുത്, എനിക്ക് കുറച്ച് സമയം വേണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നന്ദനയുടെ ദേഹത്ത് തട്ടിക്കയറും, എനിക്ക് ദേഷ്യം വന്നിരിക്കുവാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഓക്കെ, 5 മിനിറ്റ് സമയം കൊടുക്കുന്നു. ശരണ്യ അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞ് കുളിക്കാനായിട്ട് നന്ദന പറഞ്ഞു കൊടുത്തു. നമ്മളെ ടീമാണ്, ഇനി എനിക്ക് വയ്യ, നിങ്ങളുടെ ഇടയിലെ പ്രശ്നം നിങ്ങൾ തന്നെ തീർത്തു, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പരമാവധി രീതിയിൽ നോക്കി ആസ് എ ക്യാപ്റ്റൻ, ടീം ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് തീർത്തോണം. ഇനി നമ്മുടെ ടാസ്ക് നമുക്ക് ജയിച്ചേ പറ്റൂ, എന്ത് വില കൊടുത്ത് നമുക്ക് ജയിച്ചേ പറ്റത്തുള്ളൂ ടാസ്ക്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മളാൽ കഴിയുന്ന എല്ലാം ചെയ്യണം. ശരണ്യേച്ചി കുളിച്ചില്ലല്ലോ, പോയി കുളിക്കാന്ന് പറയണം. ശരണ്യ കുളിക്കാൻ പോകുന്നു. കുളിച്ചിറങ്ങിയതിന് ശേഷം ശ്രീധുവിൻ്റെ അടുത്ത് ഈ നടന്ന സംഭവങ്ങൾ മുഴുവൻ പറയുന്നു. എന്നെ ഈ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ശ്രീധുവിനെ പറയുകയാണ്. റസ്മിൻ ഇതേ സമയം ടണൽ റൂമിൽ വരുന്നു. അപ്സര റസ്മിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ റസ്മിൻ പറയുന്നത്, എനിക്ക് തോന്നുന്നില്ല ചേച്ചി, നിങ്ങൾ അവസരം നഷ്ടപ്പെടുത്തുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്പേസ് പറഞ്ഞു. അപ്പോൾ അപ്സര, ഇത് ഒരു ടീമിലെ 4 പേരും കൂടെ പെർഫോം ചെയ്തിട്ട് ഒരാൾക്ക് ജോലി കിട്ടുന്ന ഒരു സംഭവം അല്ലല്ലോ. എല്ലാവർക്കും ജോലി കിട്ടും, എല്ലാവർക്കും ജോലി കൊടുക്കും. അപ്പം അതിനൊരു ടീം വർക്കായിട്ട് കണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലാതെ ഞാനിവിടെ ആരുടെ അവസരം നഷ്ടപ്പെടുത്താനോ അല്ല വേറെ ഒന്നും ചെയ്യാനോ അങ്ങനെ ഒന്നുമല്ല എന്നുള്ള കാര്യം ഈ പറയുന്ന റസ്മിനോട് പറയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പ്രൊമോയിലുള്ളതുപോലെ നമ്മുടെ നോറയായിട്ട് വഴക്കാക്കുന്ന ഒരു സീനുണ്ട് നന്ദന, റഷ്യയായിട്ട് വഴക്കാവുന്ന ഒരു സീൻ. അത് ഇതുവരെ വന്നിട്ടില്ല. ഒരു പക്ഷേ ഇപ്പോൾ അത് ലൈവിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ എല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹോട്ടലിൻ്റെ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ഹോട്ടൽ ടാസ്കിൻ്റെ അവരുടെ ഡ്യൂട്ടീസും അതുപോലെ തന്നെ അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുള്ളത്. എപ്പോൾ ഗസ്റ്റ് വരും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയത്തില്ല. നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് മസ്റ്റായിട്ട് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ബിഗ് ബോസ് കാണുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എൻ്റെ FB പേജും ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.